വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ തിരുവചനങ്ങൾ. ദൈവം നല്ലവനാണെന്നും ദൈവത്തിലൂടെയാണ് രക്ഷ സാധ്യമാകുകയെന്നും ധനവാൻ അറിയാമായിരുന്നു. നിയമങ്ങളെല്ലാം പാലിക്കുന്നവനുമായിരുന്നു അയാൾ. അപ്പോൾ യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അത് കേട്ട് അവൻ വ്യസനത്തോടെ തിരിച്ചു പോവുകയെ, കാരണം അവൻ്റെ സമ്പത്ത് ദൈവത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി മാറി. അവൻ്റെ സമ്പത്ത് അവനെ സ്വർഗ്ഗരാജ്യത്തിൽ നിന്നും അകറ്റുകയാണ്. നമുക്ക് സ്വന്തമായുള്ളവ നമ്മെ ദൈവത്തിൽ നിന്നും സ്വർഗ്ഗത്തിൽ നിന്നും അകറ്റുന്നുണ്ടോ എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ തിരിച്ചറിയുവാനും അവൻ്റെ അരികിലെത്തുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും നമ്മുടെ സമ്പത്ത് തടസ്സമാകുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും വ്യസനം നിറഞ്ഞതാവാം. വ്യസനത്തോടെ തിരിച്ച് നടക്കേണ്ടി വന്നേക്കാം. അതിനാൽ എൻ്റെ ജീവിതത്തിൽ കുറവുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. നമ്മെ ജീവനാർത്ഥാവശ്യം കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും.